ഹലോ, നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ നാളത്തെ ഒരു വിശേഷത്തിലോട്ട് പോയാലോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നാളെ വരാനിരിക്കുന്ന ആ ഒരു പ്രൊമോ എന്ന് പറയുന്നത് നമ്മുടെ രേവതി കുട്ടി നമ്മുടെ ആൻസിയെ വിളിക്കുകയാണ്. അതായത് ഷെറിൻ്റെ ചില വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യ നാളുകളിലൊക്കെ ആൻസിയെ വിളിക്കുമ്പോൾ രേവതി കുട്ടി വിളിക്കുമ്പോൾ പതുക്കെ ഒഴിവ് തിരിവൊക്കെ പറഞ്ഞ് പതുക്കെ എങ്ങനെയെങ്കിലും സ്കിപ്പ് അടിക്കുകയാണ് ചെയ്യണത്. പക്ഷേ രേവതി കുട്ടി ആരാ മോള് പതിയെ പതിയെ ആൻസിയായിട്ട് നല്ല കമ്പനി ആവുകയാണ്. അങ്ങനെ കമ്പനിയായി അവസാനം ആൻസിയുടെ മനസ്സിൽ നിന്ന് ആ വിവരങ്ങളൊക്കെ ചെറുതായിട്ട് അറിയാൻ തുടങ്ങി. അങ്ങനെ രേവതി കുട്ടി അറിഞ്ഞ സംഭവങ്ങളൊക്കെ മാമച്ചനോടും ഗ്രേസമ്മയോടും പറയുകയാണ്. അതായത് നമ്മൾ തമ്മിലൊരു ബെറ്റുണ്ടായിരുന്നു മാമച്ച, മറക്കണ്ട. അതെ, ഞാൻ ഷെറിൻ ചേച്ചിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രേസമ്മ ചോദിച്ചു, എന്തുവാടി പറയടി മോളെ. അപ്പം നമ്മുടെ രേവതിക്കുട്ടി പറയുകയാണ്, നമ്മളെ ഷെറിൻ ചേച്ചി ശരിക്കും ഒരു കുഞ്ഞുവാവയ്ക്ക് ജന്മം നൽകിയായിരുന്നു. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചയും ഞെട്ടാണ്. അതേ ഒടി മോളെ, ആന്നേ, നമ്മുടെ ഇവിടുത്തെ ജോസേട്ടൻ്റെ ഒരു കുഞ്ഞിനെ ഷെറിൻ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നും അതിൽ 3 മാസത്തോളം വീട്ടിലാരും അറിയാണ്ട് അത് സേഫായിട്ട് വെച്ചിരുന്നു. പിന്നെ അത് അറിഞ്ഞു. അങ്ങനെ അവർ ഹോസ്പിറ്റലിലൊക്കെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അപ്പോൾ അബോർഷൻ ചെയ്യാൻ പിന്നെ പറ്റാണ്ട് വന്ന ടൈമായിരുന്നു. അവർ പിന്നെ നേരൊന്നുമില്ല, മധുരയിൽ കൊണ്ടുപോയാണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ആ കുഞ്ഞിനെ എന്തോ ഓർഫണേജ് കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഗ്രേസമ്മ ഒരേ കരച്ചിലാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ കുഞ്ഞ് ഷെറിൻ പ്രസവിച്ചോ? ആന്നേ, ഗ്രേസമ്മൻ്റെ. എന്നിട്ട് ആ കുഞ്ഞിനെ അവർ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഷെറിൻ ചേച്ചീനെ ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ചു. ആദ്യ നാളിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാണ് ആൻസി ചേച്ചി പറഞ്ഞത്. പക്ഷെ പിന്നീട് കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മകളും ആ കുട്ടിയുടെ വിവരങ്ങളൊന്നും അറിയാണ്ട് വന്നപ്പോൾ ഷെറിൻ ചേച്ചിക്ക് ആകെ മെൻ്റലി ഒരു ബുദ്ധിമുട്ടൊക്കെയായി. അപ്പോൾ ഇത് കേട്ടപ്പോൾ മാമച്ചനും ആകെ അമ്പരൊക്കെയാണ്. എന്ന് വെച്ചാൽ സ്വന്തം മോൻ്റെ കുഞ്ഞല്ലേ ഷെറിൻ്റെ വയറ്റിലുണ്ടായിരുന്നതെന്നും ആ കുഞ്ഞിപ്പോൾ ഏതോ ഒരു അനാഥാലയത്തിൽ. ഗ്രേസമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഗ്രേസമ്മ ഒരേ കരച്ചിൽ, എനിക്കിപ്പോൾ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞേ, അതെ, വലിയ ബഹളമൊന്നും വെക്കണ്ട, ഇനിയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ മാമച്ചൻ ബെറ്റ് മറക്കണ്ട, എന്നോട് ബെറ്റ് വെച്ചത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഏറ്റു എന്തായാലും ഇതൊക്കെ ഉള്ളത് തന്നെയാണല്ലോ അല്ലേ? ആന്നേ, ഞാൻ ആൻസി ചേച്ചി വിളിച്ച് ഓരോ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ ഷെറിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആവുകയാണ്. പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ ബാലചന്ദ്രൻ്റെയും വൈജയുടെയും കൂടെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണജ കുട്ടിക്കും ബബിതയ്ക്കും ആകെ വിഷമമാണ്. അങ്ങനെ കൃഷ്ണജയും ബബിതയും കൂടെ നമ്മുടെ അലീനേനെ പോയി കാണുകയാണ്. അലീനേനെ പോയി കണ്ടിട്ട് പറയുകയാണ്, അതെ, ഈ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അലീനേച്ചി കാണുന്നുണ്ട് മോളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, കൃഷ്ണജ പറഞ്ഞു, ഈ വീട്ടിൽ അലീന ചേച്ചി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അമ്മ സമാധാനപ്പെടും. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ബബിതയും പറയുകയാണ്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ പോവാൻ തയ്യാറാണ് മോളെ, പക്ഷേ നിങ്ങളുടെ അച്ഛൻ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? സാറിൻ്റെ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കണ്ടേ? അച്ഛനോടൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം, അലീന ചേച്ചി എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കണമെന്നും പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ അലീന തീർത്തു പറഞ്ഞു, ബാലചന്ദ്രൻ സാറ് പറയണമെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. കാര്യം എന്നെ അവിടെ നിന്ന് ഓർഫണേജിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് മനുവേട്ടനും സാറുമാണ്. അപ്പോൾ സാർ ഒരു കാര്യം തീർത്തു പറയാണ്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അലീന പറയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്കുട്ടിക്കും ബബിതയ്ക്കും ആകെ ദേഷ്യം വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞൂടാ. അലീന ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ തീരുമോ എന്നുള്ളതൊക്കെയാണ് അവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു വിധം പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അലീന പോവുകയാണെങ്കിൽ തീരും എന്നുള്ളതാണ് കൃഷ്ണജ മോളും നമ്മുടെ ബബിതയും പറയണത്. ഇത്രയും നാളും കൃഷ്ണജ അലീനയോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അവളുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും അലീനയോട് പറയുന്നത്. പക്ഷേ അത് അലീനയ്ക്ക് വളരെയേറെ പ്രയാസമായി. കൃഷ്ണജ മോൾ ഇത്രയും നാളും അലീനയെ ഒറ്റപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അലീനയ്ക്കും ആകെ പ്രയാസമാവണം, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ ആ ഒരു തോക്കുണ്ടല്ലോ അറ്റാക്ക് വരുന്നതിന് മുന്നേ, അന്നൊരു പക്ഷേ ആ ഒരു അറ്റാക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ബാലചന്ദ്രൻ മനസ്സിൽ പറയുകയാണ്, ഇന്ന് വൈജയ ഇവിടെ ജീവനോടെ ഉണ്ടാവില്ല. അന്ന് തനിക്ക് ആ ഒരു അറ്റാക്ക് വന്നതുകൊണ്ട്
വൈജയന്തി ഇപ്പോഴും ആയുസ് നീണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗോവർദ്ധൻ വിളിക്കണം, അതായത് സഹോദരിയുടെ ഹസ്ബൻഡ്. ഈ ടെക്സ്റ്റൈൽസിൻ്റെയും മറ്റു കാര്യങ്ങളും എല്ലാ കടകളുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഗോവർദ്ധനാണ്. അപ്പോൾ ഗോവർദ്ധനെ വിളിച്ചിട്ട് കണക്കും കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരാഴ്ചത്തേക്ക് ഷോപ്പ് അടച്ചിടുക, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എപ്പോൾ തുറക്കണം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് ബാലേന്ദ്ര ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ അടയ്ക്കണേ? അതെന്താണ്, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, എല്ലാവരുടെ പറഞ്ഞേക്കുക, ഒരാഴ്ചത്തേക്ക് അടച്ചിടുക. ഇനിയിപ്പോൾ ആ ഒരാഴ്ചത്തെ നഷ്ടം സഹിക്കണം, അല്ലാണ്ട് വേറെന്താ ചെയ്യണേ? എന്തായാലും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പം ഗോവർദ്ധനൊന്നും മനസ്സിലാവണില്ല, എന്തൊക്കെയാണ് ഈ ബാലേന്ദ്രൻ പറയണത് എന്നോ ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന ഈ ബബിതയും കൃഷ്ണമോളും വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് അതിന് ശേഷം പിന്നെ നേരെ ബാലേന്ദ്രൻ ഒരു കപ്പ് ചായയായിട്ട് മേളിൽ പോവാണ്. അങ്ങനെ സാറെന്ന് പറഞ്ഞിട്ട് പോവാണ്. ചെന്നിട്ട് ഒരു ഗ്ലാസ് ചായ ബാലേന്ദ്രന് കൊടുക്കുകയാണ്. അപ്പം അലീന നോക്കിയപ്പോൾ കയ്യിലൊരു തോക്കിരിക്കണം. അലീന ആകെ ഭയക്കുകയാണ്. അപ്പോൾ ഇത് എന്താ ഏതാണെന്നൊന്നും ഒരു പിടുത്തമില്ലല്ലോ. അങ്ങനെ അലീന അകത്തോട്ട് ചെല്ലണം. അലീനയെ കണ്ടപ്പോൾ ബാലേന്ദ്രൻ ആ തോക്കങ്ങ് മാറ്റി വെക്കുകയാണ്. എൻ്റെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മാഡം താഴെ ഉണ്ടോ? അപ്പോൾ അലീന പറഞ്ഞ്, ആ മാഡം താഴെ ഉണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം എന്നൊക്കെ പറയണത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും നമുക്കത് തിരിച്ച് കിട്ടണമെന്നില്ല, അതാണ് ജീവിതം. എൻ്റെ ജീവിതം അങ്ങനെയാണ്. ഞാൻ എല്ലാം മറന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യ എല്ലാം ഞാൻ ആ രീതിയിൽ ജീവിച്ചിട്ട് എനിക്ക് തിരിച്ച് കിട്ടിയത് അതൊന്നുമല്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ സംസാരിക്കുകയാണ്. എൻ്റെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീയാണെങ്കിലും ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കരുത്, സ്നേഹിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്കതിൻ്റെ തിരിച്ച് ഫലം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അലീനെ നോക്കുമ്പോൾ ബാലേന്ദ്രൻ സംസാരിക്കുന്ന രീതികളെല്ലാം കൂടുതലും വൈജയന്തിയെ ഒരു സംശയം എന്ന രീതിയിലാണ് ബാലേന്ദ്രൻ കൂടുതലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് ആ സംസാരത്തിൽ നിന്ന് ഏകദേശം മനസ്സിലായ കാര്യം, എന്തൊക്കെയോ ചില സംശയങ്ങൾ മാഡത്തെക്കുറിച്ച് സാറിനുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ അലീന പറഞ്ഞു, ബബിതയ്ക്കാണെങ്കിലും കൃഷ്ണജയ്ക്കൊക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോയ പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ളതാണ് സാറ് പറയണതെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിന്നെ ഞാനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് നീ ഇവിടെ നിന്നാൽ മതി, അല്ലാണ്ട് ബബിതയും കൃഷ്ണജയും വൈജയൊന്നും അല്ല, രോഹിതൊന്നും അല്ല എന്ന് പറഞ്ഞ് അലീനയുടെ അടുത്ത് വഴക്ക് പറയണേ. അപ്പോൾ ചായ കൊടുത്തിട്ട് പിന്നെ അലീന നേരെ താഴെ വരാണ്. വന്നിട്ട് നേരെ അലീന മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവാണ്. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിലെത്തി കഴിഞ്ഞിട്ട് അലീന നേരെ ചെന്നിട്ട് മുത്തശ്ശിയോട് പറയും, മുത്തശ്ശി എന്തെങ്കിലും മാഡത്തിൻ്റെ, അതായത് വൈജയുടെ ജീവിതത്തിൽ, മാഡത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പണ്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ? നീ എന്തേ കൊച്ചേ അങ്ങനെ ചോദിക്കണേ? അല്ല, സാറിൻ്റെ സംസാരത്തിൽ മാഡത്തിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ ഉള്ളതുപോലെയാണ്, ആ ഒരു ദേഷ്യമാണ് ഈ മാഡത്തിനോട് ഇങ്ങനെ കാണിക്കുന്നത്. ആ സംസാരം എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചപ്പോഴും മാഡം സാറിനെ ചീറ്റ് ചെയ്ത കണക്കുള്ള കാര്യങ്ങളാണ് പറയണത്. പിന്നെ ഞാൻ എൻ്റെ ഉള്ളിലെ കാര്യമാണ് മുത്തശ്ശിയോട് പറയണത്. ഗംഗാധരൻ സാറ് വന്നപ്പോഴത്തേക്കും എല്ലാവരും മുമ്പിൽ വെച്ചാണല്ലോ മാഡത്തിനെ പറഞ്ഞത്. അതായത് മാഡത്തിൻ്റെ പഴയ കാല ആഗ്രയിലെ കഥകളൊക്കെ അറിയുകയാണെങ്കിൽ തന്നെയും അത് നിനക്ക് മക്കളുടെ മുന്നിൽ പിന്നെ നിനക്കൊരു സ്ഥാനം ഉണ്ടാവില്ല, നിന്നെ അവർ വലിച്ച് വെളിയിലെറിയുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അതും കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് മാഡത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് അങ്ങനെ ഒരു പട്ടാളക്കാരനുമായിട്ട്, നമ്മുടെ ഗംഗാധരൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഒരു ചെറിയൊരു അടുപ്പം വന്നു, പക്ഷേ ഞങ്ങൾ കല്യാണത്തിനോട്ടൊന്നും അതിലേക്ക് സമ്മതിച്ചില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ലീന മനസ്സിലാക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ അച്ഛനും അമ്മയും അവസാന നിമിഷങ്ങളിലാണ് ബ്രിജാമ്മ ആ കഥ തൻ്റെ അമ്മ ആരാണെന്ന് പറയുന്നത്. അങ്ങനെ അമ്മ ആരാണെന്ന് അറിയുകയും കാണുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം വൈജയുടെ സ്വഭാവം ഇതാണെങ്കിൽ സ്വന്തം അമ്മയുടെ അടുത്താണ് അലീന നിൽക്കുന്നത്. ഇപ്പോൾ തൻ്റെ അച്ഛൻ ആരാണെന്ന്, ഒരു പട്ടാളക്കാരനാണ്, സ്റ്റാൻലി എന്ന പേരുള്ള ഒരാളാണ് എന്നുള്ള ആ ഒരു കാര്യവും അലീന ജീവിതത്തിൽ അറിയുകയാണ്. ഒരു ഞെട്ടലോടെയാണ് അലീന ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ആരുണ്ട് എന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. സ്വന്തം ജീവിതത്തിൽ അവരെയൊക്കെ ആ ഒരു സ്നേഹം ഒക്കെ ഒന്ന്
കിട്ടുക എന്ന് വെച്ചാൽ അതൊരു വലിയ ഭാഗ്യം തന്നെ. അലീന സങ്കടപ്പെട്ട് അതൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന രംഗങ്ങളൊക്കെയാണ് നാളെ വരാനിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെയായി തീരും, അലീനയുടെ ജീവിതം, അലീനയുടെ അച്ഛനെ കണ്ടുമുട്ടുമോ, അല്ലെങ്കിൽ അലീന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ, വൈജയ് ഈ സത്യം എന്നാണ് മനസ്സിലാക്കുന്നത്, ഇതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.